Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ MCN 301 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 1-ലെ ലാസ്റ്റ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനീഷൻ ആൻഡ് മീനിങ് ഓഫ് കീ ടേംസ് ഇൻ ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞു നിർത്തിയൊരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ റെസീലിയൻസ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഡിസാസ്റ്റർ റെസീലിയൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റീസ്, organization and states to adapt and to recover from hazards, shock, stresses without compromising long-term prospects for development. അതായത് ഡിസാസ്റ്റർ റെസീലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്ത പ്രതിരോധം ആണ് കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസോ കമ്മ്യൂണിറ്റിയോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റോ ഒരു ഹസാർഡോ ഷോക്കോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലോങ് ടേം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ തഴയാതെ അല്ലെങ്കിൽ അത് മാറ്റി നിർത്താതെ ഈ ഒരു ഡിസാസ്റ്റർ റെസീലിയൻസ് ആക്ടിവിറ്റിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും റിക്കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ റെസീലിയൻസ് ആയിട്ട് പറയുന്നത്. ദ കോർ എലമെൻറ്റ്സ് ഓഫ് ഡിസാസ്റ്റർ റെസീലിയൻസ് ആണ്. ഡിസാസ്റ്റർ റെസീലിയൻസ് അല്ലെങ്കിൽ ഒരു ദുരന്ത പ്രതിരോധത്തിൽ വരുന്ന കീ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഹൂസ് റെസീലിയൻസ് ഈസ് ബീയിങ് ബിൽഡ് സച്ച് എസ് സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ സിസ്റ്റം, എൻവയറമെൻറ്റൽ കോണ്ടെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരാണ് ഈ ദുരന്ത പ്രതിരോധത്തിന് മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അത് സോഷ്യൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ സാമൂഹികവും നമ്മുടെ സാമ്പത്തികവുമായിട്ടുള്ള ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെൻറ്റൽ കോണ്ടെക്സ്റ്റിലായിരിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കോർ എലമെൻറ്റ്. രണ്ടാമത്തെ കോർ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ്. ദീസ് ഡിസ്റ്റർബൻസ് ടേക്ക് ടു ഫോംസ്. ഒന്നെങ്കിൽ സ്ട്രെസ്സസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്സ് ആവാം. ഓക്കെ, അപ്പോൾ ആദ്യം ഷോക്സ് എന്താണെന്ന് നോക്കാം. ഷോക്സ് ആർ സഡൻ ഇവൻറ്റ്സ് ദാറ്റ് ഇമ്പാക്ട് ഓൺ ദ വൾണറബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കമ്പോണൻറ്റ്. ഷോക്സ് എന്ന് വെച്ചാൽ സഡനായിട്ട് ഹാപ്പൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. അത് നമ്മുടെ ദുർബലതയും അതിൻ്റെ കമ്പോണൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതൊരു സഡൻ ഇവൻ്റാണ്. ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ റിലേറ്റഡ് ഷോക്സ് ദാറ്റ് ക്യാൻ ബി സ്ട്രൈക്ക് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പല ലെവലിൽ വരാവുന്ന ഷോക്സുകൾ ഉണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ഡിസാസ്റ്റർ ഔട്ട് ബ്രേക്സ്, വെതർ റിലേറ്റഡ്, ജിയോഫിസിക്കൽ ഇവൻറ്റ്സ് ലൈക്ക് ഫ്ലഡ്, ഹൈ വിൻഡ്സ്, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രഫ്, earthquakes, etc. There can also be conflict related shocks such as outbreaks of fighting or violence, shocks related to economic volatility. അപ്പോൾ അതായത് എന്തെങ്കിലും കോൺഫ്ലിക്റ്റിൽ നിന്ന് വരുന്ന ഷോക്സ് ഉണ്ടാകും. അതായത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വഴക്കുകളോ വയലൻസോ കൊണ്ടുണ്ടാകുന്ന ഷോക്കുകൾ. അതായത് എക്കണോമിക് വൊലറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക അസ്ഥിരത മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും ടൈപ്പ് ഒരു ഷോക്സും വരാം. അടുത്തത് സ്ട്രെസ്സസ് ആണ്. സ്ട്രെസ്സസ് ആർ ലോങ് ടേം ട്രെൻഡ്സ് ദാറ്റ് അണ്ടർമൈൻ ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഗിവൺ സിസ്റ്റം ഓർ പ്രോസസ് ആൻഡ് ഇൻക്രീസ് ദ വൾണറബിലിറ്റി. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അത് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആ പ്രോസസ്സിനെ പൊട്ടൻഷ്യലായിട്ട് ബാധിക്കുന്നതാണ്. അത് നമ്മുടെ വൾണറബിലിറ്റി, ഒരു ദുരവസ്ഥയെ കൂടുതലായിട്ട് കൂട്ടുകയും ചെയ്യും. These can include natural resource degradation, loss of agriculture production, urbanization, demographic changes, climate change, political instability, economic decline. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സസിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡിഗ്രഡേഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ കുറവുകൾ, അർബണൈസേഷൻ എന്ന് വെച്ചാൽ നഗരവൽക്കരണം, ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ചസ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്, ലോങ് ടേം ആയിട്ട് വരുന്നതാണ്. അടുത്ത ഡിസാസ്റ്റർ റെസീലിയൻസിൻ്റെ കോർ എലമെൻ്റായിട്ട് വരുന്നത് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ആണ്. നമുക്കൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിൽ എത്ര കപ്പാസിറ്റിയിൽ നമുക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ എബിലിറ്റി ഓഫ് എ സിസ്റ്റം ഓർ എ പ്രോസസ് ടു ഡീൽ വിത്ത് ഷോക്സ് ഓർ സ്ട്രെസ് ഡിപ്പെൻഡ്സ് ഓൺ സെൻസിറ്റിവിറ്റി ആൻഡ് അഡാപ്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് ഒരു ഷോക്കോ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോഴത്തേക്കും ഏത് രീതിയിലാണോ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെൻസിറ്റിവിറ്റിയും അഡാപ്റ്റീവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ആദ്യമേ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. സെൻസിറ്റിവിറ്റി ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ സിസ്റ്റം will be affected or will respond to a given shock or stress.
ദിസ് ക്യാൻ വേരി കൺസിഡറബിളി ഫോർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിത്തിൻ എ സിസ്റ്റം. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോക്കോ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ എത്ര ഡിഗ്രിയിൽ ആ ഒരു സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ പല ഫാക്ടേഴ്സ് മാറുന്നതനുസരിച്ചിട്ട് ഈ സെൻസിറ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, വുമൺ അക്കൗണ്ടഡ് ഫോർ അപ് ടു 80% ഓഫ് ദോസ് ഹൂ ഡൈഡ് ഡ്യൂറിങ് 2004 ഇന്ത്യൻ ഓഷ്യൻ സുനാമി. അതായത് ഒരു ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004 ഉണ്ടായ സമയത്ത് 80% വുമൺ ആണ് അതിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്തത്. And the death rate among women were almost 4 times higher than those among the men in 1991 Bangladesh cyclone. ബംഗ്ലാദേശിലുണ്ടായ സൈക്ലോണിൽ ആണുങ്ങൾക്കുണ്ടായ ഹാനികളെക്കാളും ഏകദേശം 4 times ആണ് അവിടെ വുമൻസിനുണ്ടായത്. അപ്പോൾ ആ ഒരു സ്ത്രീകളെന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. ലിമിറ്റഡ് മൊബിലിറ്റി, സ്കിൽ സെറ്റ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് എക്സാബറേറ്റഡ് സെൻസിറ്റിവിറ്റി ടു ഷോക്ക്. അടുത്തത് അഡാപ്റ്റീവ് കപ്പാസിറ്റി. Adaptive capacity means how well the system can adjust to disturbance or moderate damage, take advantage of opportunities and cope with the consequence of the transformation. അഡാപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ആ ഡിസ്റ്റർബൻസിന് അല്ലെങ്കിൽ ആ ഒരു നമുക്കുണ്ടാകുന്ന ആ മോഡറേറ്റ് ചേഞ്ചിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ അതിനെ നേരിടാൻ, അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസിനൊക്കെ നേരിടാനായിട്ട് നമ്മുടെ ഉള്ള പ്രാപ്തിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, ഡിസാസ്റ്റർ റെസിലിയൻസിൻ്റെ 4ാമത്തെ കോർ എലമെൻ്റ് ആണ് റിയാക്ഷൻ. റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകളാണ് ആ ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും. എ റേഞ്ച് ഓഫ് റെസ്പോൺസസ് ആർ പോസിബിൾ ഇൻക്ലൂഡിങ് ബൗൺസ് ബാക്ക് ബെറ്റർ വേറെ കപ്പാസിറ്റീസ് ആർ എൻഹാൻസ്ഡ്, exposures are reduced and the system is more able to deal with future shocks and stresses. അതായത് ദുരന്തം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യാം. എങ്ങനെയാണ്? നമ്മുടെ കപ്പാസിറ്റീനെയൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാം. നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യാം. അതേപോലെ എക്സ്പോഷറൊക്കെ റിഡ്യൂസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, പ്രോപ്പർട്ടിയൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്ത് എക്സ്പോഷർ കുറക്കാൻ പറ്റും. ആൻഡ് ദ സിസ്റ്റം ഈസ് ഏബിൾ ടു ഡീൽ വിത്ത് ഫ്യൂച്ചർ ഷോക്ക്. ഫ്യൂച്ചറിൽ ഇതുപോലെ സ്ട്രെസ്സും ഷോക്സും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സിസ്റ്റത്തിന് തിരിച്ച് അതിലേക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ടാകും. അടുത്ത നമുക്ക് ബൗൺസ് ബാക്ക് എന്ന് പറയാം. ഇവിടെ നമ്മൾ ബൗൺസ് ബാക്ക് ബെറ്റർ എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ബൗൺസ് ബാക്ക് എന്ന് പറയാം. ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പ്രിവെയിൽ, അതായത് നേരത്തെ ഉള്ള കണ്ടീഷൻ അതേപോലെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഓർ റിക്കവർ, അതായത് ഡിസാസ്റ്ററിന് മുമ്പ് ഉണ്ടായിരുന്ന കണ്ടീഷൻ നമ്മൾ അതേപോലെ റിക്കവർ ചെയ്തെടുത്തു. ബട്ട് വേഴ്സ് ദാൻ ബിഫോർ, പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഇച്ചിരി വേഴ്സ് ആയിട്ടാണ് നമ്മൾ ആ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തിയത്. മീനിങ് കപ്പാസിറ്റീസ് ആർ റെഡ്യൂസ്ഡ്, അതായത് നമ്മുടെ ഈ ഒരു ദുരന്ത നിവാരണത്തിനുള്ള കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇൻ ദ വേഴ്സ്റ്റ് കേസ് സിനാറിയോ ദ സിസ്റ്റം കൊലാപ്സസ് ലീഡിങ് ടു കാറ്റാസ്ട്രോഫിക് റിഡക്ഷൻ ഇൻ കപ്പാസിറ്റി ടു കോപ്പ് വിത്ത് ഫ്യൂച്ചർ. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു സിസ്റ്റം, ഏത് സിസ്റ്റത്തിലൂടെയാണോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോർമലായിട്ട്, അതൊരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ കൊളാപ്സ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരും. കാറ്റാസ്ട്രോഫിക് റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാശകരമായ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ഇതുപോലെ ഉണ്ടാകുന്ന വിനാശകരമായ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റാതെയാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസാസ്റ്റർ റെസിലിയൻസിൽ വരുന്ന 4 എലമെൻറ്റ്സ് ആണ്. ഒന്ന് കോണ്ടെക്സ്റ്റ്, ഡിസ്റ്റർബൻസ്, കപ്പാസിറ്റി, അതുപോലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റിയിൽ വരുന്നത് നമ്മുടെ ഏത് ഗ്രൂപ്പാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, സോഷ്യൽ ഗ്രൂപ്പ്, റീജിയണൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് ഷോക്ക് മൂലവും സ്ട്രെസ് മൂലമൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ഹസാർഡ് ആവാം, കോൺഫ്ലിക്റ്റ് തമ്മിൽ ആൾക്കാരാവാം, ഫുഡിൻ്റെ ഷോർട്ടേജ് ആവാം, ഫ്യൂവൽ പ്രൈസ് നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്ത മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ കപ്പാസിറ്റി ടു ഡീൽ വിത്ത് ഡിസ്റ്റർബൻസ്. ഈ ഷോക്ക് മൂലം സ്ട്രെസ് മൂലം ഉണ്ടായേക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ്പോഷർ, അതിൻ്റെ സെൻസിറ്റിവിറ്റി, അഡാപ്റ്റീവ് കപ്പാസിറ്റിയാണ്. ഇനി ലാസ്റ്റ് വൺ റിയാക്ഷൻ ടു ഡിസ്റ്റർബൻസ് ആണ്. അതായത് നമുക്ക് ഏത് രീതിയിൽ സർവൈവ് ചെയ്യാം, കോപ്പ് ഇത് നേരിടുക, അതിനാണ് കോപ്പ് എന്ന് പറയുന്നത്. റിക്കവർ ചെയ്യുക, ലേൺ ചെയ്യാം, അതേപോലെ ട്രാൻസ്ഫോം ചെയ്യാം, പഴയ കണ്ടീഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ അത് 3-4 സ്റ്റേജിലാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ബൗൺസ് ബാക്ക് ബെറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ബൗൺസ് ബാക്ക് എന്ന് പറയാം, റിക്കവർ ബട്ട് വേഴ്സ് ദാൻ ബിഫോർ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ സിസ്റ്റം കൊളാപ്സ് ആയി പോകാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റെസിലിയൻസിൻ്റെ ഒരു ഫ്രെയിം വർക്ക് പറയുന്നത്. അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളാണ്.
Disaster risk management includes sum total of all activities, programs, measures which can be taken up before, during and after a disaster with the purpose to avoid disaster, reduce its impact, recover from losses. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത് കംപ്ലീറ്റ് ആക്ടിവിറ്റി പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വരും. എപ്പോഴൊക്കെ? ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പും ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്തും ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷവും നമുക്ക് ആ ഡിസാസ്റ്ററിൻ്റെ ആഘാതം കുറക്കാനും പിന്നെ ഡിസാസ്റ്റർ അവോയ്ഡ് ചെയ്യാനും ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊണ്ടുണ്ടാകുന്ന ലോസസിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനും എടുക്കുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റി പ്രോസസ്സൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സൈക്കിൾ നോക്കാം. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ മിറ്റിഗേഷൻ, അതായത് നമുക്കൊരു ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷനും റിസ്ക് റിഡക്ഷനും. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കുക, അലാംസ് കൊടുക്കുക, ആൾക്കാരെ ബോധവൽക്കരിക്കുക, അതുവഴി നമുക്ക് റിസ്ക് റിഡക്ഷൻ ചെയ്യാം. അപ്പോൾ പിന്നെ പ്രിപ്പയർഡ്നെസ്, ഒരു ഡിസാസ്റ്റർ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ കടൽ തീരങ്ങളിലൊക്കെ ഭിത്തികളൊക്കെ പണിയും, അതുപോലെ ഒരു എർത്ത് പ്രോൺ ഏരിയ ആണെങ്കിൽ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടും. അതൊക്കെയാണ് പ്രിപ്പയർഡ്നെസ് വരുന്നത്. ഇതെല്ലാം പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകളാണ്, പ്രീ ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ സഡനായിട്ട് നമുക്കൊരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്നത് റെസ്പോൺസാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ ആൾക്കാരെ രക്ഷിക്കുക, അവരുടെ സ്ഥാപന വസ്തുക്കളൊക്കെ റിക്കവർ ചെയ്യുക, തിരിച്ച് പഴയ പോലെ റീബിൽഡ് ചെയ്യുക. അപ്പോൾ ഇത് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിൽ വരുന്നതാണ്. റെസ്പോൺസ് കഴിഞ്ഞാൽ റിക്കവറി, പഴയ പോലെ തിരിച്ചെത്തിക്കുക എന്നുള്ളത്. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബിഫോർ എ ഡിസാസ്റ്റർ, പ്രീ ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ്. ദ ആക്ടിവിറ്റീസ് ടേക്കൻ ടു റെഡ്യൂസ് ഹ്യൂമൻ ആൻഡ് പ്രോപ്പർട്ടി ലോസസ് കോസ്ഡ് ബൈ പൊട്ടൻഷ്യൽ ഹസാർഡ്. ഒരു ഹസാർഡ് ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ലോസ് കുറക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് പ്രീ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ബിഫോർ എ ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും ആൾക്കാരെ ബോധവൽക്കരിക്കുന്നത്. അതായത് ഈ സൈറൻ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ള മുന്നറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോകണം. ആ രീതിയിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ക്യാരിയിങ് ഔട്ട് അവയർനെസ് ക്യാമ്പയിൻ, സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് വീക്ക് സ്ട്രക്ചേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മ്യൂണിറ്റി ലെവൽ. അതായത് ആൾക്കാർക്ക് അവയർനെസ് ക്യാമ്പയിൻ കൊടുക്കുക, ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്ട്രക്ചേഴ്സിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പ്ലാൻസ് ഹൗസ് ഹോൾഡ് ലെവലും കമ്മ്യൂണിറ്റി ലെവലിലും നല്ല രീതിയിൽ ഡിസാസ്റ്ററിനെ പ്രതിനിധീകരിക്കാനുള്ള പ്രിപ്പറേഷൻ പ്ലാൻസ് പറഞ്ഞു കൊടുക്കുക. സച്ച് റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ടേക്ക് അണ്ടർ ദിസ് സ്റ്റേജസ് ആർ ടേംഡ് ആസ് മിറ്റിഗേഷൻ ഓർ പ്രിപ്പയർഡ്നെസ് ആക്ടിവിറ്റി. അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് മിറ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ്, അങ്ങനത്തെ മെഷേഴ്സാണ്, പിന്നെ വോളണ്ടിയേഴ്സൊക്കെയാണ്. ഇതൊക്കെയാണ് ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ നമ്മൾ ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് എത്തിക്കേണ്ടത് അവരുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഡ്യൂറിങ് എ ഡിസാസ്റ്റർ, ഇനിഷ്യേറ്റീവ് ടേക്കൻ ടു എൻഷുർ ദാറ്റ് ദ നീഡ്സ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് വിക്ടിംസ് ആർ മെറ്റ് ആൻഡ് സഫറിംഗ് ഈസ് മിനിമൈസ്ഡ്. ആക്ടിവിറ്റീസ് ടേക്കൺ ഇൻ ദീസ് സ്റ്റേജസ് ആർ കോൾഡ് എമർജൻസി റെസ്പോൺസ് ആക്ടിവിറ്റീസ്. അതായത് ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഒരു ദുരന്തം അവർ നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആവശ്യമുള്ള നീഡ്സ്, അവർക്ക് വിക്ടിംസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവർ സഫർ ചെയ്യുന്നത് എല്ലാം മിനിമൈസ് ചെയ്തിട്ട് എല്ലാം എത്തിച്ചു കൊടുക്കണം. ഈ സ്റ്റേജിനെയാണ് നമ്മൾ എമർജൻസി റെസ്പോൺസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പണ്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആഫ്റ്റർ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ. ഇനീഷ്യേറ്റീവ് ടേക്കൻ ഇൻ റെസ്പോൺസ് ടു എ ഡിസാസ്റ്റർ വിത്ത് എ purpose to achieve early recovery and rehabilitation of affected communities immediately after a disaster strike. These are called response or recovery activities. അതായത് ഒരു ദുരന്തം ഉണ്ടായി, നമ്മളതിനെ പ്രതിനിധീകരിച്ചു, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. പഴയ സ്റ്റേജിലേക്ക് നമ്മൾ റിക്കവർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ, പുനർനിർമ്മാണ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. അതിനെയാണ് നമ്മൾ റെസ്പോൺസ് അല്ലെങ്കിൽ റിക്കവറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിറ്റിഗേഷൻ പ്രോസസ്സ്, പ്രിപ്പയർഡ്നെസ്, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പോൺസ്, റിക്കവറി, ഈ ഒരു സൈക്കിളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രിപ്പയർഡ്നെസ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റിക്കവറി ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രിപ്പയർഡ്നെസ് പ്ലാൻ, എമർജൻസി ട്രെയിനിങ്, വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താണ്, ആക്ടിവിറ്റി ഡ്യൂറിങ് ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. പബ്ലിക് വാർണിംഗ് സിസ്റ്റം, എമർജൻസി ഓപ്പറേഷൻ, സെർച്ച്, റെസ്ക്യൂ ആക്ടിവിറ്റീസ്.
റിക്കവറി എന്ന് വെച്ചാൽ എന്താണ്, ഡിസാസ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് റിക്കവറി. അതായത് വീട് പോയ ആൾക്കാർക്ക് ടെമ്പററി ഹൗസിങ്, പിന്നെ മെഡിക്കൽ കെയർ, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് റിക്കവറി സ്റ്റേജ് വരുന്നത്. അടുത്തത് മിറ്റിഗേഷൻ, ആക്ടിവിറ്റീസ് ദാറ്റ് റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ഡിസാസ്റ്റർ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് കോഡ്സ് കൊണ്ടുവരിക, നമ്മുടെ ഏരിയനെ സോൺ ചെയ്യുക, വൾണറബിലിറ്റി അനാലിസിസ്, പബ്ലിക് എഡ്യൂക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി അടുത്തൊരു ടേമാണ് റിസ്ക്. ഇത് റിസ്കിനെ പറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ സെയിം പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. റിസ്ക് ഈസ് എ മെഷർ ഓഫ് എക്സ്പെക്റ്റഡ് ലോസ് ഡ്യൂ ടു ഹസാർഡ് ഇവൻറ്റ് ഒക്കറിങ് ഇൻ എ ഗിവൺ ഏരിയ ഓർ എ സ്പെസിഫൈഡ് പീരീഡ്. അപ്പോൾ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ കുറച്ച് സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം എന്തെങ്കിലും ഒരു ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന ലോസുകൾ എന്തൊക്കെയാണോ അതിൻ്റെ അളവിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് റിസ്ക് അസസ്മെൻറ്റ്, systematic approach to identify, quantify or simulate risk associated with the hazards and existing conditions of vulnerability in order to reduce uncertainty. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്കിനെ ആ ഒരു എത്ര തോതിൽ വരും എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. ഇതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അത് നമുക്ക് റിസ്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ ക്വാണ്ടിഫൈ ചെയ്യണം, എത്ര അളവിൽ ഉണ്ടാവും എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യണം. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ, വൾണറബിളായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ വൾണറബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് ക്യാൻ ബി സിമുലേറ്റഡ് ബൈ ഡെവലപ്പിംഗ് ഡിഫറെൻറ്റ് സിനാരിയോസ് ഓഫ് ഹസാർഡ് വൾണറബിലിറ്റി ഇൻട്രാക്ഷൻ ടു അസസ് പൊട്ടൻഷ്യൽ ഡാമേജസ്. അപ്പോൾ റിസ്ക് നമുക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പല സിനാരിയോയിൽ ഹസാർഡ് വൾണറബിലിറ്റി ഇൻട്രാക്ഷൻസ് കൊണ്ട് നമുക്ക് ഈ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് സിമുലേഷൻ മോഡൽസ്. പല സിമുലേഷൻ മോഡൽസ് വഴി നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റിസ്ക് മാപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓർ ജോഗ്രാഫിക് സോൺ ടു അഡ്വേഴ്സ്ലി എഫക്റ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഹസാർഡ്. അതായത് ഒരു ഹസാർഡ് ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സിനെയൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക് എൻവയൺമെൻറ്റ്. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് എൻവയൺമെൻറ്റിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. റിസ്ക് മാനേജ്മെൻറ്റ് ബിഗെയിൻസ് വൈൽ ബിൽഡിംഗ് എ ലിസ്റ്റ് ഓഫ് ഓൾ റിസ്ക്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന റിസ്കുകളുടെയൊക്കെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രയോറിറ്റൈസ് ദ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. മിറ്റിഗേഷൻ അതായത് ഈ ഒരു ദുരന്തത്തിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി, അതിനെ കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ആദ്യം ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവസാനം ഏതിനാണ് കൊടുക്കേണ്ടത്. വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി സ്ട്രാറ്റജിക് അബൌട്ട് മിറ്റിഗേഷൻ ടെക്നിക്. അപ്പോൾ നമുക്ക് പരിമിതമായിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ മിറ്റിഗേഷൻ ടെക്നിക്സ് ഒക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അടുത്തത് റിസ്ക് റിഡക്ഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് അനാലിസിസ് ആൻഡ് റീഅഡ്രസ്സിംഗ് ഓഫ് ദ കാഷ്വൽ ഫാക്ടേഴ്സ് ഓഫ് ഡിസാസ്റ്റർ. അതായത് ഡിസാസ്റ്റർ ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ള ഫാക്ടേഴ്സിനെ കറക്റ്റായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും അനലൈസ് ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് കീ കമ്പോണൻറ്റ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും കീ ആയിട്ടുള്ള കമ്പോണൻറ്റ്. ഇറ്റ് ഷുഡ് ബി ഡെലിബറേറ്റ് ആൻഡ് പ്രൊആക്റ്റീവ്, നോട്ട് എപ്പിസോഡിക് ഓർ റിയാക്ഷണറി. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡെലിബറേറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ബോധപൂർവം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കണം. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് നോട്ട് എപ്പിസോഡിക് എന്ന് വെച്ചാൽ നമുക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും പോയി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ല. അതേപോലെ റിയാക്ഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിരിപ്പൻ ചിന്താഗതിയോടെ ചെയ്യേണ്ടതല്ല. അത് വളരെ സിൻസിയറായിട്ട് ഡെലിബറേറ്റ് ആയിട്ടും പ്രൊആക്റ്റീവായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബോധപൂർവവും സജീവമായ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ചെയ്യേണ്ടതാണ്. Disaster risk reduction plan. Disaster risk reduction efforts and activities are normally specified in a formal document prepared by a appropriate entity or authority. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ എഫേർട്സും ഒക്കെ കറസ്പോണ്ടിങ് അതോറിറ്റി, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ നമ്മുടെ ലൊക്കാലിറ്റി കമ്മ്യൂണിറ്റി എവിടെയാണോ അവർ കറക്റ്റായിട്ട് അവരുടെ ഡോക്യുമെൻറ്റിൽ ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ഇൻവോൾവ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ്. അപ്പോൾ അതിനകത്ത് സ്ട്രക്ചറൽ മെഷേഴ്സും ഉണ്ടാവും, നോൺ സ്ട്രക്ചറൽ മെഷേഴ്സും ഉണ്ടാവും. അപ്പോൾ സ്ട്രക്ചറൽ മെഷേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണുന്നത്. അതായത് കടൽക്ഷോഭം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ കടൽ ഭിത്തിക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇതേപോലത്തെ സ്റ്റോൺസ് നമ്മൾ ലേ ചെയ്യാറുണ്ട്. അപ്പോൾ കടൽ തിര ക്ഷോഭിച്ചു വന്ന് അടിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറക്കാനും തൊട്ടടുത്തുള്ള വീടുകളെയൊക്കെ നമുക്കൊരു പരിധി വരെ സേഫ് ഗാർഡ് ചെയ്യാനും പറ്റും.
അപ്പോൾ സ്ട്രക്ചറൽ മെഷേഴ്സ് ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഓർ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ടു അവോയ്ഡ് ഡിസാസ്റ്റർ ഓർ ടു റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലായിട്ടോ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ യൂസ് ഓഫ് പോളിസീസ്, ലോസ്, എഡ്യൂക്കേഷൻ, അവയർനെസ് ക്രിയേഷൻ. അതായത് നമുക്കിപ്പോൾ ഇൻഷുറൻസ് പോലത്തെ പോളിസീസ് എടുക്കാം, പിന്നെ ലോസ് നിയമങ്ങൾ വഴി, എഡ്യൂക്കേഷൻ, പിന്നെ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ക്രിയേഷൻ, അതുപോലെ പ്രാക്ടീസസ് ടു അവോയ്ഡ് ആൻഡ് റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്ററിൻ്റെ തോത് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഒക്കെയാണ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സിൽ വരുന്നത്. അടുത്തത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ വരുന്നത് ഫസ്റ്റ് വൺ പ്രിപ്പയർനെസ്, മിറ്റിഗേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രിപ്പയർനെസ് എന്താണ്? എംഫസിസ് ദോസ് മെഷേഴ്സ് ദാറ്റ് ടേക്കൺ ബിഫോർ ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രേസസ് മെഷേഴ്സ് ടേക്കൺ ടു റെഡ്യൂസ് ബോത്ത് എഫക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിൾ കണ്ടീഷൻ ടു ഇറ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ സ്കെയിൽ ഓഫ് ഫ്യൂച്ചർ ഡിസാസ്റ്റർ. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തവും അതുപോലെ വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും റെഡ്യൂസ് ചെയ്യാനും ഫ്യൂച്ചറിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളെയാണ് മിറ്റിഗേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു വരൾച്ച ബാധിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് വാട്ടർ മാനേജ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. അപ്പോൾ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാതെ അവിടെ വെള്ളത്തിന് എന്തെങ്കിലും വഴി കാണാൻ പറ്റും. അതുപോലെ ഹസാർഡ് പ്രോൺ ഏരിയാസ് ആണെങ്കിൽ, ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അതേപോലെ വീക്കനായിട്ടുള്ള സ്ട്രക്ചറൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം. ഇതൊക്കെയാണ് മിറ്റിഗേഷനിൽ വരുന്നത്. അടുത്ത് ഡിസാസ്റ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിലീഫ് എന്ന് പറയും. പ്രൊവിഷൻ ഓഫ് assistance or intervention through the emergency services during or immediately after the crisis in order to save life. അപ്പോൾ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ, നമ്മുടെ ഒരു സർവീസിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ടു റെഡ്യൂസ് ഫർദർ ഇമ്പാക്ട്സ് ഓൺ ഹെൽത്ത് ആൻഡ് പബ്ലിക് സേഫ്റ്റി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ആ ഒരു ദുരന്തം കൊണ്ട് ഇമ്പാക്റ്റ് കുറക്കാനും നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൂടുതൽ റെഡിയാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിലീഫ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ടു മീറ്റ് ദ ബേസിക് സബ്സിസ്റ്റൻസ് നീഡ്സ് ഓഫ് ദ അഫക്റ്റഡ് പോപ്പുലേഷൻ. ഈ ദുരന്തം ഉണ്ടായി അഫക്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ ഫർദറായിട്ട് അവരെ ദുർബലപ്പെടുത്താതെ അവരുടെ സബ്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഉപജീവനം കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ റിലീഫിൽ വരുന്നത്. വാർണിംഗ് സിസ്റ്റംസ്, നമുക്ക് പല ടൈപ്പ് വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാകും. ഇത് വോൾക്കാനിക് കറപ്ഷൻ, ഇത് ഡസ്റ്റ് സ്റ്റോം, ഇതുപോലെ വെള്ളപ്പൊക്കം, തീപിടുത്തം, ആ രീതിയിൽ വാർണിംഗ് സിസ്റ്റംസ് ഫോം ചെയ്യാം. സോഷ്യോ ടെക്നോളജിക്കൽ സിസ്റ്റം ഡിസൈൻ ടു ജനറേറ്റ് ആൻഡ് സർക്കുലേറ്റ് മീനിങ്ഫുൾ വാർണിംഗ് ഇൻഫർമേഷൻ ഇൻ എ ടൈംലി മാനർ. അതായത് കറക്റ്റ് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ആൾക്കാരെ കറക്റ്റായിട്ട് വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ടു ഏണബിൾ എ ടാർഗറ്റ് സിസ്റ്റം ദാറ്റ് ടേക്ക് പ്രൊആക്റ്റീവ് റെസ്പോൺസ് ടു എ ഹസാർഡസ് ത്രെറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡിസാസ്റ്റർ ഓർ റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുകൾ കൊടുക്കുന്ന വഴി നമുക്ക് ഹസാർഡസ് ത്രെറ്റുകൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, നമുക്ക് ഡിസാസ്റ്റർ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. കംപ്രൈസസ് ഓൾ ദ സ്റ്റെപ്സ് ഫ്രം ഡിറ്റക്ഷൻ ഓഫ് ദ ത്രെറ്റ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ടു ടാർഗറ്റ് കമ്മ്യൂണിറ്റി ഓർ പീപ്പിൾ ടു ദ എബിലിറ്റി ഓഫ് ദ ടാർഗറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ദ വാർണിംഗ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രെട്ട് പ്രശ്നം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ ഏത് കമ്മ്യൂണിറ്റിയാണോ അത് അഫക്റ്റ് ചെയ്യുന്നത് അവരെ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇങ്ങനൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്നുള്ളത്. അതേപോലെ എബിലിറ്റി ഓഫ് ദ ടാർഗറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ള ആൾക്കാർ എത്രത്തോളം ഇതിനെ മനസ്സിലാക്കി അവരേത് രീതിയിൽ ഈ വാർണിംഗ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തത് ഡാമേജ് അസസ്മെൻറ്റ്. ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡാമേജ് കോസ്ഡ് ബൈ ഡിസാസ്റ്റർ ഓർ എമർജൻസി ഇവൻറ്റ്. ഒരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എമർജൻസി ഇവൻറ്റോ ഉണ്ടാകുമ്പോൾ അതുമൂലം ഉണ്ടായിരിക്കുന്ന ഡാമേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കുന്നതിനാണ് ഡാമേജ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡാമേജസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു സിവിയർ, മോഡറേറ്റ് ആൻഡ് ലൈറ്റ്. ഡാമേജിനെ നമുക്ക് മെയിൻലി മൂന്നായിട്ട് പറയാം. സിവിയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ ടാർഗറ്റ് ഫെസിലിറ്റി ഓർ ഒബ്ജക്റ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് പർപ്പസ്, കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്ട് ഇറ്റ്സ് റിക്വയർഡ്. ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബിൽഡിംഗ് എടുത്തു, ആ ബിൽഡിങ്ങിനെ നമുക്ക് ഇനി ഒരു രീതിയിലും അതിൻ്റെ പഴയ അവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുമെങ്കിൽ നമ്മൾ പറയും അവിടെ ഉണ്ടായിരിക്കുന്ന ഡാമേജ് സിവിയർ ആണ്.
അടുത്ത മോഡറേറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിന് നമുക്ക് ഏതെങ്കിലും ടൈപ്പ് ഹസാർഡ് കൊണ്ടൊരു ഡാമേജ് ഉണ്ടായി, അതിനെ നമുക്ക് പഴയ അവസ്ഥയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേജർ റിപ്പയേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ മേജർ റിപ്പയേഴ്സ് ചെയ്തിട്ട് നമുക്ക് പഴയ അവസ്ഥയിൽ അതിനെ പഴയ ഫെസിലിറ്റി വെച്ച് ഉപയോഗിക്കാമെങ്കിൽ നമ്മളതിനെ മോഡറേറ്റ് ഡാമേജ് എന്ന് പറയും. അടുത്ത ലൈറ്റ് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ പഴയ ബിൽഡിങ് ദുരന്തം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലൈറ്റ് ഡാമേജ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അടുത്തത് ക്രൈസിസ് കൗൺസിലിംഗ് ആണ്. ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. ദ പ്രോസസ് ഓഫ് എലിവേറ്റിംഗ് ദ ഇമോഷൻസ് ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഓഫ് ദ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റർ ഇൻ ഓർഡർ ടു റിസ്റ്റോർ എ സെൻസ് ഓഫ് കൺട്രോൾ ആൻഡ് മാസ്റ്ററി. അപ്പോൾ ഡിസാസ്റ്റർ മൂലം ദുരന്തം അനുഭവിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസും അവരുടെ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ സ്പീച്ചുകളൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ടു എയ്ഡ് ദ പ്രോസസ് ഓഫ് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ അതുവഴി നമുക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കുന്ന വഴി നമ്മൾ അവരുടെ റിക്കവറിയും റീകൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. ഡിസാസ്റ്റേഴ്സ് overwhelm the physical and psychological capacity of people to cope, addresses the emotions and psychological disturbance of people and is crucial part of recovery and reconstruction. അപ്പോൾ ഈ ഒരു ക്രൈസിസ് കൗൺസിലിങ്ങിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇമോഷൻസും സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് അവരുടെ റിക്കവറിക്കും റീകൺസ്ട്രക്ഷനെ ഒരു ക്രൂഷ്യൽ പാർട്ടായിട്ട് വരും. അടുത്തത് നീഡ്സ് അസസ്മെൻറ്റ് ബേസ്ഡ് ഓൺ എ ഡാമേജ് അസസ്മെൻറ്റ്. അപ്പോൾ ഡാമേജ് അസസ്മെൻറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ നീഡ്സ് അസസ്മെൻറ്റ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫിനാൻഷ്യൽ, ടെക്നിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് നീഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ എഗ്രീഡ് അപ്പോൺ പ്രോഗ്രാംസ് ഓഫ് റിക്കവറി, റീകൺസ്ട്രക്ഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു ദുരന്തം ഉണ്ടായി അതിൻ്റെ ഡാമേജ് അസസ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഇതുമൂലം അഫക്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഫിനാൻഷ്യൽ, ടെക്നിക്കൽ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ എത്ര ആവശ്യകതയുണ്ട്, അവർക്ക് നമുക്ക് എത്ര സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു നീഡ്സ് അസസ്മെൻറ്റ് വരുന്നത്. പോസ്റ്റ് ഡാമേജ് നീഡ് അസസ്മെൻറ്റ്, എ റാപ്പിഡ് മൾട്ടി സെക്ഷണൽ അസസ്മെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓൺ ദ സൊസൈറ്റി, എക്കണോമി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയാസ്. ഇപ്പോൾ ദുരന്തമായിട്ട് അഫക്റ്റ് ചെയ്ത ഏരിയയിൽ വളരെ റാപ്പിഡായിട്ടും നമ്മൾ ചെയ്യുന്നൊരു അസസ്മെൻറ്റാണ് പോസ്റ്റ് ഡാമേജ് നീഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് ഈ ഡിസാസ്റ്റർ കൊണ്ടുണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് അത് എക്കണോമിക്കലി, എൻവയോൺമെൻ്റലി എത്രത്തോളം അഫക്റ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഡാമേജ് നീഡ്സ് അസസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെക്ചറോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കുറേ ഡെഫിനീഷൻസും ടേംസ് റിലേറ്റഡ് ടു ഡിസാസ്റ്ററാണ് ഇനി വരുന്ന മൊഡ്യൂളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.